അകത്തും പുറത്തുള്ള എൻ്റെ ബന്ധുപിതാക്കന്മാരെ, എൻ്റെ സഹോദരങ്ങളെ, സഹോദരികളെ, ദൈവ തിരുനാമത്തിൽ വീണ്ടും ഞാൻ നന്ദി പറയുക. ഈ കർത്താവ് പറഞ്ഞതുപോലെ പുരുഷാരത്തെ കണ്ട് മനസ്സരിഞ്ഞ കർത്താവ്, പക്ഷേ പുരുഷാരത്തെ കണ്ട് ഞാനൊന്ന് പേടിച്ചാണ് സ്റ്റേജിലോട്ട് കയറുന്നത്. കാരണം അത്രമാത്രം ഇതുവരെ ഒരു ഗ്ലോബൽ മീറ്റിംഗ് നടത്തിയിട്ട് നമ്മുടെ ഇതുപോലെ ഒരു ജനസംഖ്യം വന്നിട്ടില്ല. എൻ്റെ ഓർമ്മയിൽ 40 വർഷം ഞാൻ സമാജത്തിന് പ്രവർത്തിച്ചു. എന്നാൽ ഇന്നത്തെ പോലെയുള്ളൊരു ആൾക്കൂട്ടം, അതായത് ജനാവലി എന്തുകൊണ്ടേ എന്നെനിക്കറിയത്തില്ല. ആത്മീയ ദാഹം കൂടിയിട്ടോ അതോ അതിന് നേരെ ഉദ്ദേശം എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ കാടും മേടും തേടി ഓരോരുത്തർ പ്രവാചകൻ പറയുന്നുണ്ട്, വെള്ളത്തിനുള്ള ദാഹമല്ല, അപ്പത്തിനുള്ള വിശപ്പല്ല, വചനം കേൾക്കാനായിട്ട് വന്നതാണോ എന്ന് ഞാൻ ആദ്യം ചോദിക്കട്ടെ നിങ്ങളോട്. ആത്മീയ ദാഹത്തോടുകൂടി കടന്നു വന്നിട്ടുള്ളവരാണോ, അതോ ഹൈറേഞ്ചിന്റെ ഭംഗി ആസ്വദിക്കുവാനായിട്ട് മാത്രം വന്നവരുണ്ടോ? ഇല്ല, ഉണ്ടായെങ്കിൽ അത് തിരുത്തുക. നമ്മുടെ പൈതൃകമായ ആ ഒരു പാരമ്പര്യം നമ്മൾ നിലനിർത്തണം. നമ്മുടെ ഓരോ കൂട്ടായ്മയിലും എന്ത് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതായിരിക്കണം നമ്മുടെ ചിന്താഗതി. ഞാൻ പോയിട്ട് കർത്താവായ യേശു ക്രിസ്തു യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നാ കാണാനാ പോയത്? കാറ്റിനാലലിയുന്നതായ ഓടയോ അതോ മാർദ്ദവ വസ്ത്രം ധരിച്ച ഒരു പ്രവാചകനെയോ? ആരെ കാണാനാണ് നിങ്ങൾ പോയെന്ന് ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞ പോലെ ഞാൻ ചോദിക്കുകയാണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തില് വർഷങ്ങൾക്ക് മുമ്പ് മുതല് ഈ ആത്മീയ പ്രസ്ഥാനത്തിന്റെ നാഡീവ്യൂഹമായിട്ട് തന്നെ നിൽക്കുവാൻ ദൈവം എനിക്കിടയാക്കി. ആ നിമിഷം മുതൽ ഇന്ന് വരെയും അതിൽ നിന്നാണ് വിട പോലും പുറകോട്ട് പോയിട്ടില്ല. ഒരുപക്ഷെ ശാരീരികമായ ബലഹീനതകൾ എനിക്കുണ്ടെങ്കിലും എൻ്റെ ആത്മാവല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ നിന്നും ചെറുപ്രായത്തിൽ തന്നെ ആ ഒരു ധൈര്യത്തോടു കൂടിയാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത്. ഞാൻ അതുകൊണ്ട് ചോദിക്കട്ടെ, വാസ്തവത്തിൽ നമ്മുടെ ഈ കൂട്ടായ്മ അല്ലെങ്കിൽ നമ്മുടെ ഈ കൂടിവരവ് അനുഗ്രഹത്തിനാണോ ശാപത്തിനാണോ? ഇന്നലെയും ഇന്നും പകലും രാത്രിയും എല്ലാം നമ്മൾ ഫോട്ടോ എടുത്ത് പോവുകയാണ്. പല വേഷത്തിൽ പല രൂപത്തിലെല്ലാം നമ്മൾ ഫോട്ടോ എടുത്ത് നല്ലത് തന്നെ. നമുക്ക് അതിനേക്കാൾ ഉപരി എന്തിവിടുന്ന് കൊണ്ടുപോകാൻ? നിങ്ങളുടെ കയ്യിലൊക്കെയും കുറച്ച് ഏലക്കായും കുറച്ചെല്ലാമൊക്കെയും വളരെ ചുരുക്കത്തെ കുറിഞ്ഞു തന്നിട്ടുള്ളൂ. പക്ഷെ അതല്ല, നമ്മുടെ ആത്മീയ നിലവാരം എവിടെ നിൽക്കുന്നു? പണ്ടത്തേതിൽ നിന്ന് പുറകോട്ട് പോയോ അതോ നമ്മൾ മുൻപോട്ട് ഒരഞ്ചേലും വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഞാൻ നിങ്ങളെ ആദ്യമായിട്ട് പറയട്ടെ, 1993 അഖില മലങ്കര വാർഷിക ഇടുക്കിയിൽ നടന്നു. അപ്പൊ ഇതന്നെ നമ്മുടെ മെത്രാപ്പോലീത്ത നമ്മുടെ സെന്റ് മാത്യൂസ് ത്രിവേൻ ബാബായായിരുന്നു അന്ന് ഇടുക്കിയുടെ ഞങ്ങളുടെ മെത്രാപ്പോലീത്ത. അഭിമന്യാൻ ധർമ്മപാൽ തിരുമേനി ഇടുക്കിയിൽ നിന്ന് പോയതിന് പുറകെ വന്നതാണ് സേവരിയസ് തിരുമേനി. മാത്യൂസ്മാർ സേവരിയസ് തിരുമേനി വന്നപ്പോൾ അന്ന് നമ്മുടെ മിസ്മാണിയായിരുന്നു അഖില മലങ്കര ജനറൽ സെക്രട്ടറി. കൊച്ചമ്മ പറഞ്ഞു, ഇനി അടുത്ത മീറ്റിംഗ് ഇടുക്കിയിലാണ്. ധർമ്മപാൽ തിരുമേനിയാണ് അന്ന് നമ്മുടെ പ്രസിഡന്റ്. അങ്ങേരോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്നോട് ചോദിച്ചു, അറിയാമേ ഇടുക്കിക്കാര് ഈ ഭദ്രാസനത്തിൽ ഇതേറ്റാൽ അവരെ കൊണ്ടൊന്ന് മരച്ചോട്ടി കിടത്തുമോ നിങ്ങൾ? വാസ്തവത്തിൽ അന്ന് മരച്ചോടെ ഉള്ള ആരംഭമായിട്ട് ഞങ്ങൾക്കൊക്കെ ഒരു നല്ലൊരു വീടില്ല, നല്ലൊരു പള്ളിയില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥ. കുറെ പുൽമേടുകളും കാടുകളും മേടുകളും അരുവികളും ഉള്ള കുന്നും മലയും ഉള്ള വളരെ മനോഹരമായ പ്ലേസാണ്. പക്ഷേ താമസിക്കുവാനോ താമസയോഗ്യമായ ഒന്നും തന്നെ ഞങ്ങൾക്ക് അന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് 33 വർഷം മുമ്പടിച്ച ഒരു നോട്ടീസാണിത്. ആ നോട്ടീസ് ഞങ്ങളുടെ നിലവാരം വിളിച്ചറിയിക്കുക. ഇന്നത്തെ ഒരു നോട്ടീസ് ഇന്ന് നമ്മൾ അടുപ്പിച്ചിട്ടുണ്ട്, അനേക പോസ്റ്റുകൾ അടുപ്പിച്ചിട്ടുണ്ട്. ഇതേ നമ്മുടെ ഇവിടെ മീറ്റിംഗ് നടത്തുന്നു, ഗ്ലോബൽ മീറ്റിംഗ് നടത്തുന്നു എന്നുള്ള ആലോചന കേട്ടപ്പോൾ അന്ന് മുതൽ എൻ്റെ മനസ്സിലുണ്ട്, അയ്യോ അന്ന് നടത്തിയതായ റിപ്പോർട്ടുകൾ എല്ലാം കൈമാറിപ്പോയല്ലോ, അതിൻ്റെ രേഖയൊന്നുമില്ലല്ലോ. പഴയ റിക്കാർഡുകളൊക്കെ തപ്പിയെടുത്തു. അപ്പോൾ കിട്ടിയതാണ്
അന്ന് എഴുതിയ ആയുഷ്മാണി കൊച്ചമ്മ എഴുതിയ പ്രോഗ്രാം പോലും എൻ്റെ ഇരിപ്പുണ്ട്. വാസ്തവത്തിൽ അന്നത്തെ നിലവാരവും എത്ര മാറിപ്പോയെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ നോട്ടീസ് അതിൻ്റെ ഉദാഹരണമാണ്. നമ്മൾ ചിന്തിക്കുന്ന പോലെ, നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഒരു സൗകര്യവും ഈ ഇടുക്കിയിലില്ലായിരുന്നു. ഏതാണ്ട് 70 വർഷക്കാലത്തിന് മുമ്പ് കടന്നു വന്ന ഞാൻ, അന്നെൻ്റെ ചെറുപ്രായമാണ്, ഒരു പള്ളിയില്ല, ഒരു സ്കൂളില്ല, ഒരു ആശുപത്രിയില്ല, പാർക്കാൻ ഒരു വീടില്ല. പിതാക്കന്മാർ എന്തിനോട് കയറി വന്നു എന്ന് ചോദിച്ചാൽ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം വയറ് നിറച്ചു കൊടുക്കാൻ അതിനുവേണ്ടി വന്നതാണ്. ആദ്യം വന്ന പലരും പരാജയപ്പെട്ടു പോയി. പിന്നീട് വന്നവര് അവർ ധൈര്യസമേതം അയൽക്കാരും ചാർച്ചക്കാരും ഒക്കെ ആയിട്ട് അവർ കൂടി വന്ന് ഇവിടെ ഈ മണ്ണിനോടും മലയോടും ഈ കാലാവസ്ഥയല്ല, സൂര്യനെ കാണുമെങ്കിൽ മഞ്ഞുമാളികളിൽ ചകഞ്ഞു നോക്കിയിട്ട് ഉച്ച സമയത്ത് ചിലപ്പോൾ ഒന്ന് കാണാൻ പറ്റും. ആ ഒരു അവസ്ഥ, ചിരിക്കുന്ന മഴ. എന്നാലിപ്പോൾ അറിയാവുന്ന പല അച്ഛന്മാരും നമ്മുടെ കൂടെയുണ്ട്. വാസ്തവത്തിൽ അറിയാവുന്നത്തെ തലമുറയൊക്കെ ഇതൊന്നും അറിയത്തില്ല. ഇന്ന് കാണുന്ന ഈ സൗകര്യത്തിലായിരുന്നു എന്നല്ല. ഇടുക്കിക്ക് തലരായിരിക്കുവാൻ ഒരിക്കൽ വന്നാൽ അവരുടെ പ്രാഥമിക ആവശ്യം നടത്തി കൊടുക്കുവാൻ ഞങ്ങളുടെ വീടിൽ യാതൊരു സൗകര്യമില്ലായിരുന്നു. പുല്ലുകൊണ്ട് വേണ്ടതും മൺകണ്ണ് കൊണ്ട് മറച്ചതും കഴുക്കോൽ കൊണ്ട് മറച്ചതുമായ വാതില് പോലും ശരിക്കില്ല. ഒറ്റ മുറിയിൽ തീ കത്തിക്കും, കിടന്നുറങ്ങും. കുഞ്ഞുങ്ങളുണ്ടെങ്കിലും ആരുണ്ടെങ്കിലും എല്ലാം ഒന്നിച്ച് പുതയ്ക്കാനൊരു കുഴപ്പമില്ല. ചണച്ചാക്ക് കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ നിനക്ക്? ഇന്നിപ്പോൾ അതൊന്നുമില്ല, അത് മൺമറിഞ്ഞു പോയി. ചണച്ചാക്കിനകത്ത് കയറി കുഞ്ഞുങ്ങളും അവര് 2 3 ഒന്നും അല്ല, 5 6 7 എനിക്ക് 7 മക്കളുണ്ടായിരുന്നു. ആ മക്കളെ എല്ലാവരും കൂടെ അവരെ ഒന്നിച്ച്, എൻ്റെ മക്കൾ ഇവിടെ ആരും വളർന്നതല്ല, അവരൊക്കെ നാട്ടിലായിരുന്നു. അന്നത്തെ സാഹചര്യം ഞാൻ പറയുകയാണ്. ആ ചാക്കിനകത്ത് കയറി സന്ധ്യയ്ക്ക് കിടന്നു കഴിയുമ്പോൾ തറയിൽ ചാണകം കൊണ്ട് മെഴുകിയ തറ, ആ തറ കോൺക്രീറ്റ് ഇല്ല, മാർബിളില്ല, ഒന്നുമില്ല. ആ തറയിൽ കിടന്ന ഒരു പ്രാണിയുണ്ട്, നമ്മുടെ നാട്ടിലെ ചെല്ലെന്ന് പറയുന്ന ഒരു സാധനം. അത് നേരം വെക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെയൊക്കെയും ദേഹം 5-ാം പനി ഒന്ന് പൊങ്ങിയ പോലെ തടിച്ചിരിക്കും. അതിനെന്നെയും ഒക്കെ തൂത്തുപിറക്കി വീണ്ടും ഇത് തന്നെ. എന്തോരവസ്ഥയായിരുന്നു എന്നുള്ള അന്ന് ജീവിച്ചിരുന്നവർക്ക് മാത്രമല്ലാതെ ഇന്ന് പറഞ്ഞാൽ നിങ്ങളത് സ്വപ്നത്തിൽ പോലും വിശ്വസിക്കാനല്ല. ആ സൗകര്യങ്ങളൊന്നില്ല. അന്നില്ലായിരുന്നു, ഒരു വണ്ടിയില്ല. അഭിഗമ്യ ഭരണവാസിനുവേണ്ടി കിടന്നു വരുന്ന സമയത്ത് അതിനു മുമ്പിൽ പ്രവർത്തിച്ചതായ പല വൈദികരും ഞങ്ങളുടെ അവിടെയുണ്ട്. ബഹുമാനപ്പെട്ട ജോണച്ചൻ, ബഹുമാനപ്പെട്ട സക്കറിയാസച്ചൻ, എം മറീസച്ചൻ, നിങ്ങളറിയാൻ AP കുര്യനച്ചൻ, അങ്ങയുടെ നാമത്തിലാണ് കോഫി എസ്റ്റേറ്റ് ഉള്ളത്. അങ്ങനെ അനേകം വൈദ്യ നാട്ടിൽ നിന്ന് കടന്നു വന്നാൽ എനിക്ക്